ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലൊക്കെ നനച്ചിൽ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? പക്ഷെ നമ്മളെ വീട്ടിൽ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മളെ വീട് പെയിൻ്റ് അടിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ ഇപ്പം പെയിൻറ്റിങ് പണി ആയതുകൊണ്ട് തന്നെ ഇപ്പം ഒഴിവിനനുസരിച്ചാണ് നമ്മളെ വീട്ടിൽ പെയിൻ്റ് അടിച്ചത്. ആദ്യം ഹാളും കിച്ചണും ആണ് പെയിൻ്റ് അടിച്ചത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഫ്രിഡ്ജ് ഹാളിലാണ്. അപ്പോൾ ആദ്യം അതാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഫ്രിഡ്ജിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി അതിൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു ഉമ്മ. അപ്പം അതൊക്കെ മാറ്റി. അപ്പം ഉമ്മ അതൊക്കെ മാറ്റിയപ്പം ഞാൻ ആദ്യം ഫ്രിഡ്ജിൻ്റെ സാധനങ്ങൾ ഇതൊക്കെ കഴുകാനായിട്ടാണ് പോയത്. അപ്പം അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് നല്ലോണം തേച്ച് കഴുകിയിട്ടൊക്കെയാണ് ഞാൻ ഉണക്കാൻ വെച്ചത്. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കണോണ്ട് അധികം അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ കട്ടിൽ ഹാളിലുണ്ടായിരുന്ന കട്ടിലായിരുന്നു. പെയിൻ്റ് അടിച്ചപ്പം അതൊന്ന് മാറ്റി വെച്ച് അപ്പം അതിമേലാണ് ഉണക്കാൻ വെച്ചത്. അപ്പം ഇമ്മ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഹാളിലുള്ള 2 വാതിലൊക്കെ ക്ലീൻ ചെയ്തു. ഫ്രിഡ്ജിൻ്റെ ഡോറുമേൽ കരിമ്പം പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് പോവാനുള്ള ടിപ്സാണിത്. കുറച്ച് അപ്പക്കാരം അപ്പം ചെറുനാരങ്ങ ഇല്ലായിരുന്നു. അപ്പം ഫ്രിഡ്ജ് തുറന്നപ്പം ഫ്രിഡ്ജിൻ്റെ വാതിലും ഉണ്ടായിരുന്നു ഉണങ്ങിയ ചെറുനാരങ്ങ. അപ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീരും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഇട്ടിച്ചതിന് ശേഷം കുറച്ച് ഷാമ്പ്, ഇട്ട് നല്ലോണം ബ്രഷ് കൊണ്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് സുറുക്ക ഒഴിക്കണം. അത് ഒഴിക്കുമ്പോൾ നല്ല പദം ഉണ്ടാവും. അപ്പം അത് നല്ല ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ പദം തന്നെ പോകും. അപ്പം നല്ല കറ ഉണ്ടായിരുന്നു അതിമേ. അപ്പം ആദ്യം അതും കൊണ്ട് ഒരുതി കഴിഞ്ഞാൽ അതിൻ്റെ കറ മുഴുവൻ പോകും കേട്ടോ. നല്ലോണം ഒരുതുക. അപ്പം അത് ഒരുതിയതിന് ശേഷം നോക്കുമ്പം ഈ അവസ്ഥയാണ്. നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പം പുറത്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണങ്ങിയപ്പം അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പം ഹാളിലുള്ള ഷോക്കേസ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആദ്യം ഷോക്കേസിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാൻ നിന്നു. ആദ്യം ഗ്ലാസും ചെറിയ പാത്രങ്ങളൊക്കെയാണ് മാറ്റി വെച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം മുകളിലുള്ള ട്രോഫികളൊക്കെ മാറ്റി വെച്ച്. ഇതൊക്കെ ഞങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ കിട്ടിയ ട്രോഫികളാണ്. അപ്പം ഇത് ഞാൻ ആദ്യം LKG പഠിക്കുന്ന ടൈമിൽ ആദ്യമായിട്ട് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ അത്. അപ്പം അത് ട്രോഫികൾ മാത്രമല്ല എനിക്ക് കിട്ടിയത്. ഞാൻ ചെറുപ്പം ആദ്യം മുതലേ പഠിക്കുമ്പം സ്പോർട്സിനൊക്കെ നിന്നുണ്ടായിരുന്നു. അപ്പം സ്പോർട്സിൽ ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടിയ മെഡലാണ് കേട്ടോ ഇതൊക്കെ. എനിക്ക് മാത്രമായിട്ടല്ല ട്രോഫി കിട്ടിയത്. അനിയനിക്ക് പിന്നെ കാക്കാക്കും ഞങ്ങൾക്ക് 3 ആൾക്കും കൂടെ കിട്ടിയ ട്രോഫികളാട്ടോ ഇതൊക്കെ. അപ്പം അതൊക്കെ മാറ്റി വെച്ചപ്പോൾ ഇമ്മ ഷോക്കേസിനുള്ളിൽ മുഴുവൻ തുടച്ചെടുത്തു. നല്ല പൊടി ഉണ്ടായതുകൊണ്ട് നല്ല പണി ഉണ്ടായിരുന്നു തുടച്ച് ക്ലീൻ ആക്കി എടുക്കാൻ. അപ്പം ഇമ്മ അത് തുടക്കുമ്പോഴത്തേക്കും ഞാൻ ട്രോഫികളും മറ്റേതൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചു.
ഉമ്മാക്ക് +2 ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ ഗെറ്റ് ടുഗദറിന് കിട്ടിയ ട്രോഫിയാണിത്. അപ്പോൾ കാക്കാക്ക് കോസ്റ്റ് കൺട്രിക്ക് കിട്ടിയ ട്രോഫിയാണത്. അപ്പം എല്ലാം ക്ലീൻ ചെയ്ത് എല്ലതും അടുക്കി വെച്ച് അപ്പോൾ ഉമ്മ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് ജനവാതിലൊക്കെ തുടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സിറ്റ് ഔട്ടിലുള്ള സ്റ്റെയർകേസൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ സിറ്റ് ഔട്ടിലുള്ള ടൈൽസൊക്കെ നല്ല തുടച്ചെടുത്തു കേട്ടോ. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. റൂമുകളൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പം പൊട്ടിയ ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പം പുട്ടിയൊക്കെ ഇടുമായിരുന്നു. ബാത്റൂമിൻ്റെ അടുത്തുള്ള ചുമരായതുകൊണ്ട് വെള്ളത്തിൻ്റെ കിണിപ്പുകൊണ്ട് ചുമരൊക്കെ നല്ല പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം വന്ന പാടെ അതൊന്നും പുട്ടിയിടാൻ വെച്ചിരുന്നിരുന്നത്. പെയിൻ്റ് അടിക്കൽ ഇന്നല്ല, അത് വേറൊരു ദിവസമാണ്. അതിൻ്റെ വീഡിയോ പിറകായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ പുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം കിച്ചണിലുള്ള ജനവാതിലൊന്ന് പെയിൻ്റ് അടിക്കാൻ വിചാരിച്ചു. കിച്ചൺ ഓൾറെഡി പെയിൻ്റ് അടിച്ചുകൊണ്ട് ജനവാതിൽ അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജനവാതിലൊക്കെ പെയിൻ്റ് അടിച്ച് അപ്പോൾ ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് അങ്ങനെ വാഷിംഗ് മെഷീനൊക്കെ എടുത്ത് മാറ്റി ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിന്ന്. അപ്പോഴേക്ക് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. ഓനക്ക് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ വേഗം ഓനായിരുന്നു ക്ലീൻ ചെയ്യാൻ നിന്നിരുന്നത്. അപ്പം അമ്മിത്തിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഓൻ ക്ലീൻ ചെയ്യാൻ നിന്ന്. അമ്മിയൊന്നും അധികം ഞങ്ങൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ നല്ല ചളി ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഒരുതി കഴുകി വൃത്തിയാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ വാഷിംഗ് മെഷീൻ വെച്ച സ്ഥലം നല്ലോണം ക്ലീൻ ചെയ്യായിരുന്നു. അവിടെയുള്ള മണ്ണൊക്കെ ആദ്യം നല്ല കഴുകി കളഞ്ഞിട്ട് ബ്രഷ് കൊണ്ട് നല്ലോണം ഒരുതി കഴുകി. അങ്ങനെ അതൊക്കെ ഒരുതി കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെയുള്ള ജനവാതിലൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് അപ്പം അങ്ങനെ ജനവാതിലൊക്കെ തുടച്ച് കഴിഞ്ഞപ്പം അമിത്തിൻ്റെ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് നല്ലോണം കഴുകാൻ വിചാരിച്ച. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം വാഷിംഗ് മെഷീൻ വെച്ച സ്ഥലമായതുകൊണ്ട് അടിയിൽ നല്ല ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അത് നല്ലോണം ഒരുതി കഴുകിയായിരുന്നു കേട്ടോ. നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരുതി കഴിഞ്ഞപ്പം വെള്ളം ഒഴിച്ച് നല്ലോണം ക്ലീൻ ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം കിച്ചണിലുള്ള ഡോറൊന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പം പൊരിച്ചകടി വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് ബാക്കി പണിക്ക് നിന്നിരുന്നത്. സമൂസയും ഉള്ളിവടയാണ് പൊരിച്ചകടി. അങ്ങനെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഉമ്മ ജനവാതിലിൻ്റെ പൊളി ഒന്ന് തുടച്ച്. ജനവാതിലിൻ്റെ പൊളി തുടക്കുമ്പോഴത്തേക്കും ഞാൻ കിച്ചണ് നല്ലോണം തുടച്ചെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ ജനവാതിലിൻ്റെ പൊളിയൊക്കെ തുടച്ച് കഴിഞ്ഞ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം.
അങ്ങനെ ഹാളും കിച്ചണൊക്കെ നല്ലോണം ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് പണിൻ്റെ ഇടയിലെടുത്ത വീഡിയോ ആണിത്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.